നമ്മയെല്ലാം ഭയപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ജൂലൈ 31 രാത്രി മണിക്കൂറുകൾ മാത്രം പെയ്ത മഴ ഓഗസ്റ്റ് 1 രാവിലെ ആയപ്പോഴേക്കും റാന്നിയെ മുക്കി, ശേഷം ആറന്മുളയെ മുക്കി. എങ്ങനെയാണ് മണിക്കൂറുകൾ മാത്രം പെയ്ത മഴയ്ക്ക് 2018 സമാനമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ സാധിച്ചത്? എനിക്കറിയാം നിങ്ങളും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്നറിയാം? ഈ മഴയൊക്കെ ഒന്ന് തീരുമ്പോൾ നമ്മുടെ ഈ ചിന്ത നിൽക്കും. വീണ്ടും അടുത്ത മഴ സമയമാകുമ്പോൾ നമ്മൾ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങും. 2018 ശേഷം ആറന്മുളയിൽ നടക്കുന്ന രീതിയിലുള്ള ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാത്തതുകൊണ്ട് ആറന്മുളയിലെ കുറേയധികം പാടശേഖരങ്ങൾ വാങ്ങിക്കൂട്ടിയ ഇബ്രഹാം കലമണ്ണിലും ആറന്മുളയുടെ MLA ഒക്കെ കൂടി വിമാനത്താവളത്തിന്റെ ചിന്തകളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഒരുപക്ഷെ ആറന്മുളയിൽ ഇത്തവണ വെള്ളം കയറിയില്ലായിരുന്നെങ്കിൽ ഈ വിമാനത്താവളത്തിന്റെ ശബ്ദം ശക്തമായി മുഴങ്ങിക്കേട്ടേനെ. പറഞ്ഞു വന്നത്, എല്ലാ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും രക്ഷാപ്രവർത്തനം എത്ര മികച്ചതായി നടത്താം എന്നുള്ള ചിന്ത ഒഴികെ ഇതെങ്ങനെ ഉണ്ടാവുന്നത് തടുക്കാം എന്നുള്ള ചിന്ത എന്തുകൊണ്ടാണ് നമുക്ക് ഉണ്ടാവാതെ പോകുന്നത്? അറ്റ്ലീസ്റ്റ് നമ്മൾ പരിശ്രമിച്ചെങ്കിലും നോക്കിയിട്ടുണ്ടോ? പറഞ്ഞപ്പോഴാണ് ഓർത്തത്, കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു ചിന്ത വന്നിരുന്നു. അതിന്റെ ഭാഗമായി 2018 പ്രളയത്തിന് ശേഷം 2019 മെയ് മാസത്തിൽ പ്രളയ പ്രതിരോധത്തിനായി ഡച്ച് മാതൃകയായ റൂം ഫോർ ദ റിവർ പഠിക്കുന്നതിനും അവ അവലംബിക്കുന്നതിനും വേണ്ടി നെതർലൻഡ്സിന് സന്ദർശനം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി എന്ത് പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്? അത് അവലംബിച്ചതിന്റെ ഭാഗമായി എന്ത് മാറ്റമാണ് ഈ ഒരു പ്രളയം ഉണ്ടായ സമയത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്? 2019 ശേഷം 7 വർഷം ഉണ്ടായിരുന്നല്ലോ. ഞാൻ വീണ്ടും പറയട്ടെ, ഇത് പിണറായി വിജയന്റെ കുഴപ്പമോ VD സതീശന്റെ കുഴപ്പമൊന്നുമല്ല. ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. അത് അടിമുടി മാറേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ചില നാട്ടുകാർ പറയുന്നത് പോലെ മണൽ വാരിയത് കൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മണൽ മാത്രം വാരുന്നത് ഭൂഗർഭ ജലനിരപ്പ് താഴ്ത്തി കുടിവെള്ളക്ഷാമം ഉണ്ടാകാൻ മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ. എന്ന് വെച്ച് അമിതമായി കൂടിക്കിടക്കുന്ന മണലുകൾ വാരരുത് എന്നല്ല. പ്രഥമമായിട്ട് ചെളികളും കൂടിക്കിടക്കുന്ന മണ്ണുകളും മറ്റ് മണൽപുറ്റുകളും ഒക്കെ വാരി അത് ക്ലീൻ ആക്കുക എന്നുള്ളതായിരിക്കണം പരിഗണന. ഈ പ്രളയ സമയം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ചില റോഡുകളിൽ മാത്രം വെള്ളം കയറിയിരിക്കുന്നു. റോഡുകൾക്ക് പൊക്കം കൂട്ടി പണിയുന്നതിന് എന്താണ് തടസ്സം? ഈ സമയം ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ച് നാട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ച് ഈ പ്രളയം നടന്ന സമയത്ത് ഏതുവരെ വെള്ളം കയറിയിരുന്നു എന്നുള്ള സ്റ്റഡീസ് ഒക്കെ നടത്തി ആ റോഡുകളിൽ മാത്രം പൊക്കം കൂട്ടി പണിതാൽ അടുത്ത തവണ പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് റോഡുകളിൽ കൂടി നമുക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കില്ലേ? അതുപോലെ ഈ കുന്നിൻ പ്രദേശങ്ങളിലെ മരങ്ങൾ കണ്ടമാനം വെട്ടി നിരത്തിയില്ലായിരുന്നെങ്കിൽ അതിന്റെ ആഴമുള്ള കട്ടിയേറിയ വേരുകൾ മണ്ണിനെ പിടിച്ചു നിർത്തി ഈ ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടാകുന്നത് തടയുമായിരുന്നില്ലേ? അപ്പോ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി ഒരു മരം വെട്ടുന്നുണ്ടെങ്കിൽ അതിന് പകരമായി മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതിനെ പരിപാലിക്കുന്ന ഒരു സിസ്റ്റം കാര്യക്ഷമമായി ഉണ്ടാക്കിക്കൂടെ നമുക്ക്? അതുപോലെ നമുക്കറിയാം, ദിവസം മുഴുവൻ വെയിലായിരുന്നിട്ടും കയറിയ വെള്ളം വളരെ പതുക്കെയാണ് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നത്. അതിന് ഡ്രെയിനേജ് സംവിധാനം നമുക്ക് മെച്ചപ്പെടുത്തിക്കൂടെ? നിലവിലെ സ്പിൽവേ സംവിധാനം മെച്ചപ്പെടുത്തിയാൽ, അതായത് തോട്ടപ്പള്ളി പൊഴിമുഖത്തെയും തണ്ണീർമുക്കം ബണ്ടിന്റെയും നിലവിലെ തടസ്സങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അവലംബിച്ചാൽ കയറിയ വെള്ളം അതേസമയം ഇറങ്ങി പോവുകയാണെങ്കിൽ ഇത്രയും വലിയ അപകടം ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവാമായിരുന്നില്ലല്ലോ. എല്ലാവരെയും കൂടെ പരിഗണിച്ച് മികച്ച രീതിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇനി പ്രിയപ്പെട്ട ജൻസികളോടാണ്, നാടിന്റെ അവസ്ഥയ്ക്ക് പരിഹാരമാകുന്ന തരത്തിലുള്ള പഠനങ്ങളും പരിഹാരങ്ങളും എല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ. ദുരന്ത രക്ഷാപ്രവർത്തനത്തിന് ഞാൻ ഉൾപ്പെടെ, ഈ കാണുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ളവര് ഇറങ്ങി പ്രവർത്തിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാവാതെ ഇരിക്കുക എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം.